നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വി എസ് സുനിൽകുമാറിനെ പരിഗണിക്കാതെ CPI നേതൃത്വം. തൃശൂർ മണ്ഡലത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന്റെ പേരും പരിഗണനയിൽ. നാട്ടികയിൽ നിലവിലെ MLA CC മുകുന്ദന്റെ പേര് പരിഗണനയിലുണ്ട്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള CPI മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ ഇന്ന് തുടങ്ങുന്നു. ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത്, VS സുനിൽകുമാറിന്റെ പോരായ്മ എന്താണ്? ഹാഷ്മി, നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം നടത്താൻ സുരേഷ് ഗോപിക്കെതിരെ സ്റ്റാർ കാൻഡിഡേറ്റായി ആണ് VS സുനിൽകുമാറിനെ CPI നേതൃത്വം അല്ലെങ്കിൽ LDF അവതരിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. ഇത് കൂടാതെ അതിനുശേഷം പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ സുനിൽകുമാറിന്റെ പരാമർശങ്ങളും വിവാദത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലും വലിയ വിമർശനം ഉയർന്നു. സുനിൽകുമാറിന് ശാസന വരെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ഒക്കെ ആയിട്ട് പോലും തൃശൂർ മണ്ഡലത്തിൽ C ബാലചന്ദ്രൻ മാറുകയാണെങ്കിൽ അദ്ദേഹം സുനിൽകുമാറിന്റെ പേരെന്ന തരത്തിൽ തന്നെയായിരുന്നു ഒരു പ്രചാരണം ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. സുനിൽകുമാർ അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരം വന്നാൽ പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇവിടെ മത്സരത്തിന് സന്നദ്ധരായി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കരുണാകരന്റെ വിശ്വസ്തരാരെങ്കിലും തന്നെ UDF സ്ഥാനാർത്ഥിയാകാൻ TV ചന്ദ്രമോഹൻ അടക്കമുള്ള ആളുകൾ രംഗത്തുണ്ട്. ജോസഫ് ടാജറ്റ് DC പ്രസിഡന്റിന്റെ പേര് കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പേരുകൾ നിലനിൽക്കുമ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ തൃശൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് CPIM നേതൃത്വം അടക്കം വിലയിരുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ സുനിൽകുമാർ എന്നൊരു പേരിലേക്ക് അവരെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ CPI നേതൃത്വം ഒരു ഘട്ടത്തിൽ പോലും സുനിൽകുമാറിന്റെ പേര് പരിഗണനയിലേ വരുന്നില്ല. എന്തായാലും മണ്ഡലം കമ്മിറ്റികൾ നാളെ മുതൽ ആലോചിക്കുകയാണ്. റവന്യൂ മന്ത്രി K രാജനും അതുപോലെ തന്നെ കയ്പമംഗലത്തു നിന്നുള്ള MLA ടൈസൺ ET ടൈസൺ മാസ്റ്റർക്കും മാത്രമായിരിക്കും ഒരു ഇളവ് നൽകുക എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ നാട്ടികയിൽ CC മുകുന്ദൻ തുടർന്നേക്കും എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇന്നു മുതൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ ചേരുകയാണ്. അതിലാണ് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്നാലും തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ VS പ്രിൻസിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. C ബാലചന്ദ്രൻ മാറുകയാണെങ്കിൽ VS പ്രിൻസ് ഇവിടെ മത്സരിക്കും. ജില്ലയിൽ നിന്നൊരു വനിതാ സ്ഥാനാർത്ഥി വേണം എന്നൊരാവശ്യം ഉയർന്നിട്ടുണ്ട്. നാട്ടികയിൽ CC മുകുന്ദൻ മാറുന്നില്ല എന്നും CPI നേതൃത്വം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൃശൂർ മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വന്നാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും CPI ചില സർപ്രൈസുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ സർപ്രൈസിൽ VS സുനിൽകുമാറിന്റെ പേരില്ല. എന്നാലും CPIM നേതൃത്വം മണലൂരിലടക്കം ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന തരത്തിൽ ശക്തമായ മത്സരം ആ മേഖലയിൽ നടക്കുന്നു. അവിടെ പ്രൊഫസർ C രവീന്ദ്രനാഥിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കം അവർ ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാതെ CPI നേതൃത്വം സുനിൽകുമാറിനെ തഴഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.